23-ാം തീയതി ADGP അജിത് കുമാറിനെ എതിരെയിട്ട് ജനയുഗ പത്രം, അതായത് CPIയുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം വന്നിരുന്നു. അജിത് കുമാറും ഓടുന്ന കുതിരയെന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷേപ രൂപേണയാണ് ആ ലേഖനം എഴുതിയിട്ടുള്ളത്. അതിൽ പറയുന്നത് അജിത് കുമാറിന് ഒരു കാരണവശാലും ഈ പൂരം കലക്കിയതിൽ നിന്നും പിന്മാറാൻ പറ്റില്ല എന്ന രീതിയിൽ പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ആക്ഷേപ പരിഹാസ രൂപേണയാണ് അതിൽ ആദ്യത്തെ 1-2 പാരഗ്രാഫ് അവർ പരാമർശിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 24-ാം തീയതി, അതായത് ഇന്നലെ, അവരുടെ മുഖപ്രസംഗത്തിൽ കൃത്യമായ വിവരങ്ങളടക്കം വിശദീകരിച്ചുകൊണ്ട് തന്നെ എഡിറ്റോറിയൽ പേജിൽ അജിത് കുമാറിന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അതായത് പൂരം കലക്കിയ ആൾ തന്നെയാണ് പൂരം കലക്കിയതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ കൃത്യമായി അജിത് കുമാറിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് CPI മുഖപത്രത്തിലൂടെ. CPI മൗനം വെടിഞ്ഞിട്ടുണ്ട്. മൗനം വെടിഞ്ഞ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലേക്ക് അജിത് കുമാറിനെ പൂർണ്ണമായും തള്ളി പറഞ്ഞിരിക്കുകയാണ്. അവർ വ്യക്തമായ രൂപരേഖയും അതിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അജിത് കുമാറിനെ തള്ളി പറയുന്നു എന്നതിനുള്ളത്. അതായത് അന്നത്തെ ദിവസങ്ങളിൽ അജിത് കുമാറിനും അവിടെ നിന്നും തൃശ്ശൂർ പൂരത്തിന്റെ ആ പ്രദേശത്ത് നിന്നും മാറി നിന്നിട്ടില്ല. തൃശ്ശൂർ പൂര മേഖല ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നതായും പോലീസ് അക്കാദമിയിൽ ഉണ്ടായിരുന്നതായും ഉള്ള തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പ്രധാനമായും പറയുന്ന 1-2 കാര്യങ്ങൾ, അതായത് തൃശ്ശൂർ പൂരം നടന്ന ദിവസങ്ങളിൽ ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ രോഷാകുലരായപ്പോൾ ഇവരെ എതിർക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാനോ നിൽക്കുന്ന അജിത് കുമാറിന്റെ ഫോട്ടോ പത്രങ്ങളിൽ വന്നിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ പുറത്ത് വന്നിരിക്കുന്നു. ഫോട്ടോ പങ്കുവെക്കുന്നില്ല, എന്നാൽ ആ ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ടല്ലോ എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഈ ഒരു അതായത് ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് നിയന്ത്രിക്കുന്ന അജിത് കുമാർ അത്തരത്തിൽ പൂരത്തിന്റെ അന്നേ ദിവസം അല്ലെങ്കിൽ തലേ ദിവസമോ മറ്റോ ഇത്തരത്തിൽ നിയന്ത്രിക്കുന്ന ഒരു അജിത് കുമാർ താൻ നിയന്ത്രിക്കുന്നില്ല, താനല്ല തൃശ്ശൂർ പൂരം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് CPI പറയുന്നത്. രണ്ടാമത്തെ കാരണമായി പറയുന്നത്, ഈ തൃശ്ശൂർ പൂരം നടന്ന ദിവസങ്ങളിൽ ADGP സ്ട്രൈക്ക് ഫോഴ്സ് എന്ന ഒരു ബാൻഡ് ധരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. രണ്ടാമത്തെ കാരണമായി പറയുന്നത്. മൂന്നാമത്തെ കാരണമായി പറയുന്നത്, ഈ പറയുന്ന പോലെ ആ ദിവസങ്ങളിൽ പോലീസ് അക്കാദമിയിൽ അജിത് കുമാർ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളായിരുന്നു അവർ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും 3 കാരണങ്ങൾ പറഞ്ഞിട്ട് ജനയുഗം ഇങ്ങനെ ഒരു പത്ര റിപ്പോർട്ട് ഇന്നലെയാണ് സമർപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പൊ അജിത് കുമാറിന്റെ കേസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും നാളായി, എന്തുകൊണ്ട് ഇത്ര നാൾ ഇവർ മൗനം പാലിച്ചു? എന്തുകൊണ്ടാണ് CPI ഇത്ര നാൾ ഇതിനെപ്പറ്റി ഒരു മറുപടി പറയുന്നത്? പിണറായി വിജയന് നേരെ ഇത്രയധികം പ്രതിഷേധങ്ങൾ മുന്നിലോട്ട് വന്ന് നിൽക്കുകയാണ്. അൻവർ ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് സംഭവിച്ചു? എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ജനങ്ങളെല്ലാവരും പിണറായി വിജയനും പാർട്ടിക്ക് നേരെ നിന്ന് സംസാരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ജനയുഗം ഇപ്പോൾ മാത്രം വന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്? ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്, CPM MV ഗോവിന്ദൻ പാർട്ടി സമ്മേളനത്തിന് ശേഷം പറയുന്നു, അൻവറിനെതിരെയാണ് ഞങ്ങൾ, പാർട്ടിയല്ല അൻവറിനെതിരെയാണ്, അൻവർ ഇങ്ങനെ ഒരു നടപടി CPM അൻവറിനെതിരെയാണെന്നുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോഴും CPI വളരെ നിശബ്ദമായിട്ട് തന്നെയാണ് നിലനിന്നിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നിട്ട് ഇത്രയും നാള് നിശബ്ദമായിട്ട് ഇരുന്നിട്ട് ജനയുഗം ഇങ്ങനെ ഒരു പത്ര റിപ്പോർട്ട് ഇറക്കിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു നിലപാട് CPIക്ക് ഉണ്ടെന്നുള്ളത് പുറത്തു വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര നാളും നിശബ്ദമായിട്ടിരുന്നത്? തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ CPM അജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല, എന്നാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം CPMന്റെ വൻമരം അല്ലെങ്കിൽ CPMന്റെ മുതിർന്ന നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. അദ്ദേഹം ഈ പൂരം കലക്കിയതിൽ സംശയിക്കപ്പെടുന്ന ആളെ തന്നെ പൂരം കലക്കിയതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു. അയാൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് എന്ത് തന്നെയായാലും അതിനെ വിശ്വസിച്ച് അജിത് കുമാർ എഴുതി കൊടുക്കുന്നതന്നെയാണ് വാർത്താ സമ്മേളനങ്ങളിൽ പുറത്തേക്ക് പറയുന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കുറച്ചു കാലങ്ങളായി കാണുന്നത്. നേരത്തെയും പറയുന്നുണ്ടല്ലോ, അജിത് കുമാറിന്റെ പരാതി ആയിരുന്നു മുഖ്യമന്ത്രി ആദ്യം സ്വീകരിച്ചത്, അൻവറിന്റെ പരാതി സ്വീകരിച്ചിരുന്നില്ല. അതിനെതിരെ അൻവർ വലിയ രീതിയിലുള്ള വിമർശനവും ആരോപണങ്ങളും പിണറായി വിജയന് നേരെ ഉതിർത്തിരുന്നു. എന്തുകൊണ്ട് ADGPയുടെ പരാതി മാത്രം സ്വീകരിച്ചു, എന്റെ പരാതി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അന്ന് നമ്മൾ ചർച്ച ചെയ്ത സംഭവമാണ്. പിണറായി വിജയന് ആനുകൂല്യമുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരെ പിണറായി വിജയൻ സംരക്ഷിക്കാൻ ശ്രമിക്കും. അതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ADGP അജിത് കുമാർ. അത്രത്തോളം സഹായ ഹസ്തങ്ങൾ നമ്മുടെ പിണറായി വിജയന് ADGP ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അങ്ങനെയാണെങ്കിലും പിണറായി വിജയനായാലും മുഖ്യമന്ത്രി ആയാലും CPM ആയാലും കരുതേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു തൃശ്ശൂർ പൂരം കലക്കുമ്പോൾ അത് CPMനെതിരെ തന്നെയാണ് ആ ഒരു ആയുധമായി മാറുന്നത്. കാരണം ആ ഒരു പൂരം കലക്കിയപ്പോൾ അവിടെ എത്രയും പെട്ടെന്ന് സംഘപരിവാർ നേതാക്കൾക്കും ഈ പറയുന്ന NDA സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്കും
ഈ സേവാഭാരതി മറ്റു ആംബുലൻസുകളിലൂടെയും ആംബുലൻസ് സേവനങ്ങൾ വഴിയും മറ്റും പെട്ടെന്ന് തന്നെ ആ ഒരു രംഗത്തേക്ക് ആ ഒരു പ്രദേശത്തേക്ക് ഈ ചർച്ചയ്ക്ക് വേണ്ടി എത്താൻ സാധിച്ചു. എന്നാൽ അതേസമയം ഈ തൃശ്ശൂർ പൂരം നടന്ന് ഇത്രയും പ്രക്ഷോഭങ്ങളിൽ നിൽക്കുന്ന ആ പ്രദേശത്തേക്ക് നമ്മളുടെ ആ പ്രദേശത്തെ ജനപ്രതിനിധികൾക്കോ CPIMന്റെ ജനപ്രതിനിധികൾക്കോ മറ്റ് മന്ത്രിമാർക്കോ ആർക്കും തന്നെ എത്താൻ സാധിച്ചില്ല. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ പൂരത്തില് റവന്യൂ മന്ത്രിക്ക് മാത്രം അകത്തേക്ക് കയറാം, അല്ലെങ്കിൽ ആ ഒരു വഴി അദ്ദേഹത്തിന് മുന്നിൽ മാത്രം തുറക്കപ്പെട്ടില്ല. പക്ഷേ സുരേഷ് ഗോപി എത്താൻ താമസിച്ചു മാത്രമല്ല, അവർ കടത്തി വിടണം. നമുക്ക് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഭവമൊന്നുമല്ലോ. അത്രയോ ലക്ഷോപലക്ഷം ആളുകൾ അണിനിരന്ന് റോഡിന് നടുക്ക് തിക്കിത്തിരങ്ങി നിൽക്കുന്ന ഒരു പൂരമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം. അതിനെ അലങ്കോലപ്പെടുത്തി കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ വിരളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ ട്രാഫിക് ജാമോ അല്ലെങ്കിൽ ബ്ലോക്കോ എല്ലാ രീതിയിലും തടസ്സങ്ങളായിരിക്കും. അത്രയും തടസ്സങ്ങളുള്ള സമയത്ത് തന്നെ സുരേഷ് ഗോപിയും RSS പ്രവർത്തകരും അവിടെ എത്തിച്ചേർന്നു. ആംബുലൻസ് വഴിയാണ് എത്തിച്ചേർന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ആ സമയത്ത് കൃത്യമായി അദ്ദേഹത്തിന് വഴിയൊരുക്കാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം പറയുന്നതിനകത്ത് പകുതിയും സത്യമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നാടകീയമായ ഒരു രംഗം അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അത്രയും അദ്ദേഹം വരുന്നു എന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് വഴിയൊരുക്കിയ പോലെ അദ്ദേഹം വരുന്നു, എൻട്രി നടത്തുന്നു, അദ്ദേഹം ചർച്ചകൾക്ക് വിധേയനാവുന്നു. അവിടെ ADGP അജിത് കുമാറിന് യാതൊരുവിധ റോളും ഇല്ലാതെ മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് RSS നേതാവിനെ കാണാൻ പോകുന്നതും ഒക്കെ. അപ്പൊ അത്രയും നാടകീയമായ രംഗങ്ങൾ അവിടെ നടന്നു എന്നുള്ളതിനകത്ത് പകുതിയെങ്കിലും നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ അജിത് കുമാർ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് RSSനെയാണോ CPMനെയാണോ? എങ്കിൽ പിന്നെ RSSനെ ആണ് എങ്കിൽ ഇത്തരത്തിൽ RSS നേതാക്കളെ കാണാൻ പോകുന്നു, ഈ പ്രദേശങ്ങളിലേക്ക് CPMനെ എത്താൻ സാധിക്കുന്നില്ല. അതേസമയം സംഘപരിവാർ നേതാക്കൾക്കും സുരേഷ് ഗോപി പോലുള്ള BJP നേതാക്കൾക്കും അവിടെ എത്താൻ ഉള്ള വഴിയൊരുക്കുന്നു, അവർക്ക് എത്താൻ സാധിക്കുന്നു. ഈ ഒരു പൂരം കലക്കുന്നതിൽ പ്രധാനമായി പങ്കുവഹിച്ചത് MR അജിത് കുമാർ എന്ന് തന്നെ പറയും. ഒരു രീതിയിൽ അദ്ദേഹത്തിന് മാറി നിൽക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ അതെല്ലാം കമ്മീഷണറുടെ തലയിലാണ് കെട്ടിവെക്കുന്നത്. ഈ അജിത് കുമാർ RSSനെ സപ്പോർട്ട് ചെയ്യുന്ന അജിത് കുമാർ എന്തുകൊണ്ട് CPM സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് CPI ഇങ്ങനെ പ്രതിഷേധിക്കുന്നതിലൂടെ തള്ളി പറയുന്നത് അജിത് കുമാറിനെ മാത്രമല്ല, അജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയെയും കൂടിയാണ് എന്ന് നമുക്കിതിൽ പറഞ്ഞു വരാം. അതുകൊണ്ടാണ് പറയുന്നത് CPM അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, കേരളം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി RSSനെ ഭയപ്പെടുകയാണോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ RSS പറയുന്നതനുസരിച്ച് ചെയ്യാനിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണോ എന്ന രീതിയിൽ നമ്മൾ സംശയിച്ചു പോകുന്നത് അപ്പോഴാണ്. ADGP അജിത് കുമാർ RSS പ്രവർത്തനവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടും അദ്ദേഹത്തെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ടെങ്കിൽ അത് RSSന്റെ അവരുടെ ആ ഒരു അജണ്ടയ്ക്ക് അനുസരിച്ച് നീങ്ങുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ ജനയുഗം പത്രത്തിലെ ഒരു ലേഖനത്തിൽ ഈ പറഞ്ഞ പോലെ അജിത് കുമാറും ഓടുന്ന കുതിരയും എന്ന് സംബോധന ചെയ്യുന്ന ഒരു ലേഖനത്തിൽ പറയുന്നത് ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന ഭൂഷണം പോലെയാണെന്നുള്ളൊരു പണ്ടൊരു പഴഞ്ചൊല്ലുമായി ഉപമിച്ചുകൊണ്ടാണ് അജിത് കുമാറിനെ പറയുന്നത്. അതായത് കള്ളന്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുത്തിരിക്കുന്ന രീതിയിലാണ് അജിത് കുമാർ കലക്കിയ റിപ്പോർട്ടിന്റെ അന്വേഷണം കൊടുത്ത് അജിത് കുമാർ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഞാനല്ല കുറ്റക്കാരൻ, ഞാനല്ല കുറ്റങ്ങൾ ചെയ്തത്, ഞാൻ കുറ്റവിമുക്തനാണെന്ന് സ്വമേധയാ താൻ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് പറയുന്നു എന്നാണ് CPI പറയുന്നത്. അതായത് പൂർണ്ണമായും CPI അജിത് കുമാറിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്.